Hello friends, welcome to the channel. Now, we will talk about നല്ല ചൂടുകാലമുണ്ട്. ഒരു ഭയങ്കര ചൂട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഉച്ചക്കലത്തെ ടൈം ഉച്ചക്കലത്തെ മാത്രമല്ല നമുക്ക് ഇപ്പോൾ രാത്രി തന്നെ നല്ല പുഴുക്കാണ്. എന്ന് വെച്ചാൽ തീരെ ഹ്യൂമിഡിറ്റി കുറവാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല ഉറങ്ങണമെങ്കിൽ ഇപ്പോൾ AC ഇല്ലാണ്ട് രക്ഷയില്ലാത്ത സ്ഥിതിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം ഇപ്പോൾ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് 110 AC, അതായത് ഞാൻ 110ന്റെ ഫസ്റ്റ് പറയാൻ കാരണം എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ എല്ലാവരും മോസ്റ്റ്ലി 110 ആണ് ഉപയോഗിക്കുക. പിന്നെ നമുക്കിപ്പോൾ ഞാൻ പറയാം നമുക്ക് 10 നമ്മുടെ 10 വരുന്നത് നമ്മുടെ അതായത് ഈ എന്താ പറയുക AC-യുടെ കപ്പാസിറ്റിയാണ് ഈ 10, 110, 1.5, 10, 0.8, 10, 210. അത് നമ്മൾ ആക്ച്വലി നമ്മുടെ റൂമിൻ്റെ സൈസ് അനുസരിച്ചാണ് ഇത് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 120 സ്ക്വയർ ഫീറ്റിൻ്റെ താഴെയുള്ള റൂമുകളൊക്കെ ഇറങ്ങുന്നത് 110 എടുത്താൽ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചാൽ നോർമലി എല്ലാ റൂമും നമുക്ക് ഒരു 120 സ്ക്വയർ ഫീറ്റിൻ്റെയും ഒരു 100 to 130 സ്ക്വയർ ഫീറ്റിൻ്റെ റേഞ്ചൊക്കെ ആയിരിക്കും. പിന്നെ ഒരു 140 എബോ റൂമുള്ളവർക്കൊക്കെ മാത്രം 1.5 ടണ്ണിലേക്ക് പോയാൽ മതി. പിന്നെ അതിൽ സംശയിക്കണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് 110 AC, നമ്മൾ ടോപ്പ് 5 110 AC നമുക്കിപ്പോൾ വാങ്ങിക്കാൻ പറ്റുന്ന ടോപ്പ് 5 110 AC-നെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. അത് ഞാൻ ആക്ച്വലി നമ്മുടെ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആമസോൺ ലിങ്കാണ് കൊടുക്കുന്നത്. ഇങ്ങനത്തെ ഞാനെല്ലാ പ്രോഡക്ട്സുകളും നമ്മുടെ AC കാര്യങ്ങളൊക്കെ നമ്മൾ ആമസോണിൽ തന്നെ വാങ്ങിക്കാറ്. എന്താ വെച്ചാൽ നമുക്ക് ഓഫ്ലൈൻ വാങ്ങിച്ചാലും ഓൺലൈൻ വാങ്ങിച്ചാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. നമുക്ക് വില കുറഞ്ഞ് കിട്ടും ഓൺലൈനിൽ നിന്ന് എടുക്കുമ്പോൾ. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാളേഷൻ കാര്യങ്ങളൊക്കെ എല്ലാ കമ്പനിയിൽ ചെയ്യുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നമ്മൾ എടുത്ത കടയിൽ നിന്ന് ചെയ്യുന്നതൊക്കെ ഭയങ്കര ലിമിറ്റഡ് ആണ്. ഭയങ്കര ലിമിറ്റഡ് എന്നാൽ ഭയങ്കര നമുക്ക് അതിൽ ഇൻസ്റ്റാളേഷൻ ഈ ഹീറ്റർ എടുത്താൽ പോലും ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നവരെ കസ്റ്റമർ സപ്പോർട്ടാണ്. അത് പണ്ടത്തെ പോലെ കടയിലത്തെ ആൾക്കാരൊന്നും ചെയ്യുന്ന പരിപാടി ഒന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ വാറണ്ടി ആയാലും എല്ലാം നമുക്ക് ഒരു വ്യത്യാസവും ഇല്ല. അപ്പോൾ നമുക്ക് ഓൺലൈൻ എടുക്കാനും സുഖം. നമ്മുടെ പെട്രോൾ നിങ്ങൾക്കറിയാം പെട്രോൾ നല്ല റേറ്റ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ കടയിലേക്ക് പോയി എടുക്കാനും പോകണ്ട, കൊണ്ടുവരാൻ വേറെ കാശ് കൊടുക്കണ്ട. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഓൺലൈൻ എടുക്കുക തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ആമസോണിൽ തന്നെ പറയുള്ളൂ. ഞാൻ ഫ്ലിപ്കാർട്ട് ഇതേപോലെ പ്രത്യേകിച്ച് ഇത്ര ഹൈ വാല്യൂ അല്ലെങ്കിൽ ഒരു പ്രൈസ് വരുന്ന പ്രോഡക്ട്സ് ഒന്നും ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിക്കാറില്ല. എന്ന് വെച്ചാൽ സപ്പോർട്ടിൻ്റെ ഇഷ്യൂ തന്നെയാണ്. അത് നമുക്ക് മെയിൻ സപ്പോർട്ട് തന്നെയാണ്, കസ്റ്റമർ സപ്പോർട്ട് തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും നമുക്ക് ഒരു കംപ്ലയിൻറ്റ് വന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ അവരെ കോൺടാക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ആമസോൺ തന്നെ ബെസ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഈവൻ ചാറ്റ് സപ്പോർട്ട് വരെ ഉണ്ട് ഓൺലൈൻ. നമുക്ക് 24 hour ലൈവ്, അത് 24 hour ആണ് ലൈവ് ചാറ്റ് സപ്പോർട്ട് വരെ ഉണ്ട്. ഞാൻ ആമസോണിൽ പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. ഞാൻ പറയാൻ വന്നത് നമ്മളിന്ന് പറയാൻ പോകുന്നത് ടോപ്പ് 5 AC-നെ കുറിച്ചാണ്. അത് 110 to 110 നമുക്ക് അതിൽ 3 സ്റ്റാറും 4 സ്റ്റാറൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ടോപ്പ് 5 ആണ് നമ്മൾ പറയാൻ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ലിസ്റ്റിലേക്ക് പോകാൻ ഞാൻ ആക്ച്വലി അതിനെക്കുറിച്ച് കുറേ സംഭവങ്ങളൊക്കെ നോക്കി നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. അപ്പം ഞാൻ ആക്ച്വലി നമ്മുടെ നോട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ടാബിൽ. അപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. കുറേ നോട്ട്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏതാ ഓക്കെ. അപ്പം നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് ഞാൻ എന്തായാലും ഫസ്റ്റ് പറയാൻ പോകുന്നത് നമ്മുടെ LG-യുടെ AC തന്നെയാണ്. അതായത് ഡുവൽ ഇൻവെർട്ടർ. അതുപോലെ നമ്മൾ പറയാൻ പോകുന്നത് AI ഫീച്ചർ വരുന്നതാണ്. അതായത് നമുക്ക് സ്മാർട്ട് AC എന്ന് വേണമെങ്കിൽ പറയാം. LG-യുടെ 110 4 സ്റ്റാർ ഡ്യുവൽ ഇൻവെർട്ടർ AC-നെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ പറഞ്ഞാൽ നമുക്കിതിൽ AI സപ്പോർട്ട് ഉണ്ട്. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്ക് സപ്പോർട്ട് വരുന്നുണ്ട്. കൺവേർട്ടബിൾ ആണ്, 6-in-1 ആണ്. കൺവേർട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂമിലത്തെ ഹീറ്റ് അനുസരിച്ച് അതിൻ്റെ ടണ്ണേജ് മാറിക്കൊണ്ടിരിക്കും. എന്താ പറയുക ചേഞ്ചബിൾ ടണ്ണേജ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ വെയിറ്റേജ് കാര്യങ്ങളൊക്കെ അങ്ങനെ പറയാം നിങ്ങൾക്ക്. പിന്നെ അതിൽ ആൻറ്റിവൈറസ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. 2023 മോഡലാണ്. നമുക്ക് 10 കൊല്ലം വാറണ്ടി വരുന്നുണ്ട് കംപ്രസറിന്. 1 year ടോട്ടൽ വാറണ്ടി വരുന്നുണ്ട്. പിന്നെ 5 years PCBക്കും വാറണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് 110 4 സ്റ്റാർ ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് 34,490 ആമസോണാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആമസോണിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങൾ വാങ്ങിക്കാൻ പറയണമെങ്കിൽ ഇപ്പോൾ ഒരു ഇത്ര റേഞ്ചിൽ നമുക്ക് LG കിട്ടുകയാണെങ്കിൽ LG-നെ വാങ്ങിക്കാൻ പറയുള്ളൂ. എന്ന് വെച്ചാൽ LG-യുടെ കുറച്ചും കൂടിയും ഒരു എന്താ പറയുക ഒരു എനർജി എഫിഷ്യൻ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം, അവരെ ലേറ്റസ്റ്റ് ടെക്നോളജിയൊക്കെ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് രണ്ടാമത് പറയാൻ പോകുന്നത് നമ്മുടെ പാനസോണിക്കിൻ്റെ Wi-Fi 110 3 സ്റ്റാർ AC-നെ കുറിച്ച് നമ്മൾ പറയാൻ പോകുന്നത്. ഇതിന് പ്രൈസ് വരുന്നത് 32,490 ആണ്. നമുക്കിതിൽ ഷീൽഡ് ബ്ലൂ ടെക്നോളജി വരുന്നുണ്ട്. അതായത് ആൻറ്റി കൊറോഷനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവരുടെ ഉള്ളിൽ അതിൻ്റെ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. നമുക്ക് പിന്നെ Wi-Fi സപ്പോർട്ടാണ്. മിറായി ആപ്പ് എന്ന് പറഞ്ഞാൽ സപ്പോർട്ടാണ് ഇവർക്ക്. ഞാൻ പറഞ്ഞല്ലോ സ്മാർട്ട് AC-യാണ്. നമുക്ക് 2.5 PM ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ മോസ്റ്റ് എല്ലാ എന്താ പറയുക AC-യിൽ നമുക്ക് ഫിൽറ്റേഴ്സ് വരുന്നുണ്ട്. ഇതിൻ്റെ ഡസ്റ്റ് ഫിൽറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം നോക്കാനുള്ളത് കോപ്പർ കണ്ടൻസറാണ്. ഇപ്പോൾ എല്ലാം കോപ്പർ തന്നെയാണ്. ഒരു 99.9% എല്ലാം കോപ്പർ തന്നെയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് അലുമിനിയം എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാം കോപ്പറാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് പറയുന്നത് പാനസോണിക്കിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതിന് 32,490 പ്രൈസ് വരുന്നത്. അപ്പോൾ പാനസോണിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ സപ്പോർട്ട്, അതായത് കസ്റ്റമർ കെയർ സൂപ്പറാണ്. എനിക്ക് വേണ്ട ഇഷ്ടപ്പെട്ട സംഭവമാണ്. നമ്മുടെ എന്താ പറയുക വാഷിംഗ് മെഷീനൊക്കെ പാനസോണിക് ആണ്.
പിന്നെ നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ കരിയറാണ്. കരിയറിൻ്റെ 110 AC ആണ് നമ്മൾ പറയാൻ പോകുന്നത്. 3 സ്റ്റാർ ആണ്. നമുക്ക് പ്രൈസ് വരുന്നത് 30,990 വരുന്നത്. നമുക്ക് ഇതിൻ്റെ പേര് വരുന്നതിൽ 𝗵𝗂𝘂 എന്ന് പറഞ്ഞൊരു പേരാണ് വരുന്നത്. A1 𝗵𝗂𝘂, AI 𝗵𝗂𝘂, രണ്ടിലെയും സ്മാർട്ട് തന്നെയാണിത്. നമുക്ക് 4-in-1 കൺവേർട്ടബിൾ ആണ് വരുന്നത്. ഡ്യുവൽ ഫിൽട്രേഷൻ വരുന്നുണ്ട് വിത്ത് HD ഫിൽറ്റർ. 2023 മോഡലാണ്. പിന്നെ നമുക്ക് 2.5 ഫിൽറ്ററും വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി വരുന്നുണ്ട്. 10 ഇയർ കംപ്രസർ. നമുക്ക് എല്ലാ ഇൻവെർട്ടർ ACക്കും 10 ഇയറിൻ്റെ കംപ്രസറിന് നമുക്ക് വാറണ്ടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് പ്രൈസ് വരുന്നത് നമ്മളിതിനെ നോട്ട് ചെയ്യാൻ മറന്നു. 31 ആ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നത് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എല്ലാ ലിങ്കും കാര്യങ്ങളൊക്കെ ഒന്ന് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈസിയായിട്ട് വാങ്ങിക്കാം. ഇതെല്ലാം നമുക്ക് 110 AC ആണ്. അപ്പോൾ നമ്മളൊരു 120 സ്ക്വയർ ഫീറ്റിൻ്റെ റൂം മാക്സിമം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നാലാമത്തെ ഡൈക്കിൻ്റെ ആണ്. 110 3 സ്റ്റാർ ആണ് വരുന്നത്. ഇതിൽ നമുക്ക് 2.5 ഫിൽറ്റർ വരുന്നുണ്ട്. ട്രിപ്പിൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഡ്യൂ ക്ലീൻ ടെക്നോളജി, അത് ഒരു ടെക്നോളജിയാണ്. നമുക്ക് നമ്മുടെ ഹ്യൂമിഡിറ്റി അനുസരിച്ചിട്ട് കൺട്രോൾ ചെയ്തിട്ട് നമുക്ക് നല്ല കൂളിംഗ് തരാനുള്ള ഒരു ടെക്നോളജിയാണ്. 3D എയർ ഫ്ലോ ആണ്. അതായത് ഫുൾ എയർ ഫ്ലോ വരുന്നുണ്ട്. 32,990 പ്രൈസ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് ലാസ്റ്റ് പറയാം, നമ്മൾ വെർപൂളിൻ്റെ ആണ് പറയുന്നത്. വെർപൂളിൻ്റെയും ബ്ലൂ സ്റ്റാറിൻ്റെയും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം ലാസ്റ്റായിട്ട്. വെർപൂളിൻ്റെ 110 5 സ്റ്റാറിന് നമുക്ക് 4-in-1 കൺവേർട്ടബിളും അതുപോലെ തന്നെ കോപ്പറിനാണ് വരുന്നത്. നമുക്ക് പ്രൈസ് വരുന്നത് 34 റേഞ്ച് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ സ്റ്റാറിൻ്റെ 110 3 സ്റ്റാർ ആണെങ്കിൽ നമുക്ക് 4-in കൺവേർട്ടബിൾ ഡസ്റ്റ് ഫിൽറ്റർ വരുന്നുണ്ട്. രണ്ടും 2023 മോഡലാണ്. നമുക്ക് പ്രൈസ് വരുന്നത് 31 അപ്പോൾ നോക്കി കഴിഞ്ഞാൽ ബ്ലൂ സ്റ്റാറിനാണ് കുറച്ച് റേറ്റ് കുറവ്. അതുപോലെ തന്നെ കാരിയറിന് റേറ്റ് കുറവാണ്. അപ്പോൾ നിങ്ങൾ റേറ്റ് കുറവുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒരു 35 റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ പാനസോണിക്കും LG നോക്കിയാൽ മതി. അപ്പോൾ ഈ 5 മോഡലാണ് നമ്മൾ സംഭവങ്ങളൊക്കെ നോക്കി, അതുപോലെ തന്നെ ഇതിൻ്റെ കസ്റ്റമർ കെയറിൻ്റെ ഒരു സർവീസ് കാര്യങ്ങളും അതുപോലെ തന്നെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയും സംഭവങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനായിട്ടും കുറഞ്ഞ മോഡൽസുകളൊക്കെ ഉണ്ട്. നമ്മളത് സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ. നമ്മളൊരു AC എടുത്ത് കഴിഞ്ഞാൽ മിനിമം നമ്മളൊരു 5 കൊല്ലങ്ങളിൽ ഉപയോഗിക്കില്ലേ. 5 കൊല്ലം ചിലപ്പോൾ അതിന് കൂടുതൽ ഉപയോഗിക്കുക. എൻ്റെ ബേസ് ചെയ്യുന്ന 6 കൊല്ലമായിട്ട് 5 കൊല്ലങ്ങളിൽ നമ്മൾ മിനിമം ഉപയോഗിക്കും. ഞാൻ മിനിമം പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സപ്പോർട്ടും വേണം. നമുക്കറിയാം നമുക്ക് AC ആയാലും എല്ലാത്തിനും സർവീസ് വേണ്ടതാണ്. റെഗുലറായിട്ട് നമുക്ക് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് സപ്പോർട്ട് വേണം. അതൊക്കെ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ഇതിന് റാങ്ക് ചെയ്തൊക്കെയായിട്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ് കയറി ലിങ്ക് കയറി വാങ്ങിക്കാം. ആമസോണിൻ്റെ ലിങ്കാണ്. അപ്പോൾ ഡയറക്റ്റ് കയറി വാങ്ങിക്കാം. മോസ്റ്റ്ലി എല്ലാതുകൊണ്ട് 2-day ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ വാറണ്ടി ഞാൻ പറഞ്ഞല്ലോ, ഇത് നമുക്ക് ഓൺലൈൻ വാങ്ങിച്ചാലും ഓഫ്ലൈൻ വാങ്ങിച്ചാലും വാറണ്ടി ഡിഫറൻസ് ഒന്നുമില്ല. നമ്മുടെ ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ ഇതൊക്കെ നമ്മൾ ഓൺലൈൻ ആമസോണാണ് വാങ്ങിക്കുന്നത്. അതിന് സൂപ്പറായിട്ട് നമുക്ക് സാംസങ്ങും എന്താ പറയുക പാനസോണിക്കും ഒക്കെ സർവീസ് വരുന്നുണ്ട്. ഒരു കുഴപ്പമില്ല കേട്ടോ. കടക്കാർ ഇങ്ങനെ പലതും പറയാം അവരെ പ്രൊഡക്ട്സ് വിൽക്കാൻ. അവരിൽ കമ്മീഷൻ എടുക്കും. അപ്പോൾ അത് കടക്കാർ പറഞ്ഞിട്ട് നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട. ഇത് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും നമുക്ക് വാറണ്ടി ഈസിലി അവൈലബിൾ ആണ്. രണ്ടിലും വാറണ്ടി ഡയറക്റ്റ് ബ്രാൻഡ് വാറണ്ടി തന്നെ കിട്ടുന്നത്. അല്ലാണ്ട് കടയുടെ സൈഡിൽ നിന്ന് ഒരു സംഭവമില്ല. ഇപ്പോൾ നിങ്ങൾ ഓഫ്ലൈൻ വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ അതിൽ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും വാറണ്ടിക്ക് കോൺടാക്ട് ചെയ്യാൻ കസ്റ്റമർ കെയറിനെ. അപ്പോൾ പണ്ടത്തെ പോലെ നമ്മൾ കടയിൽ വിളിച്ച് പറഞ്ഞാൽ ആ പരിപാടിയൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാം ഡയറക്റ്റ് കമ്പനിയുടെ ബ്രാൻഡിൻ്റെ കസ്റ്റമർ കെയർ ത്രൂ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വാങ്ങിച്ചാലും ഓഫ്ലൈൻ വാങ്ങിച്ചാലും ഒരു വ്യത്യാസമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ്ലൈൻ കടയിൽ റേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം. ഏത് റേറ്റ് കുറവ് നിങ്ങൾക്ക് നോക്കിയെടുക്കാം. അത് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഏറ്റവും കുറവ് ആമസോണിൽ തന്നെയായിരിക്കും. ഓൺലൈൻ തന്നെയായിരിക്കും. ആമസോണിലല്ല, ഓൺലൈൻ തന്നെയായിരിക്കും. എന്താ വെച്ചാൽ ഓഫ്ലൈനിൽ അവരുടെ കമ്മീഷനും സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് ഞാനിപ്പോൾ തന്നെ വാങ്ങിച്ച ബേസിക്കാണ്. എനിക്ക് നമ്മൾ പ്രൊഡക്റ്റ് പുറത്ത് നോക്കിയപ്പോൾ 4,500 5,000 രൂപയുടെ ഓൾമോസ്റ്റ് അടുത്ത് ഡിഫറൻസ്, അതായത് റേറ്റ് ഡിഫറൻസ് വന്നിട്ടുണ്ടായിരുന്നു. പോരാത്തതിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ അവർക്ക് വേറെ ഓട്ടോ ചാർജ് കൊടുക്കണം. സംഭവമൊക്കെ ചോദിച്ചത് നമുക്കൊരു വലിയ വേണ്ടല്ലോ. അപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ വീടെന്ന് വെച്ചാൽ നമുക്ക് വേറെ താഴത്തെ റൂമിൽ വേറെ AC ആണ്. അത് ആക്ച്വലി ഓഫ്ലൈനാണ് വാങ്ങിച്ചത്. അപ്പോൾ അത് ഇതേപോലെ പറഞ്ഞിട്ട് നമുക്ക് എന്താ പറയുക കൊണ്ടുവരാൻ വേറെ കാശ്. പിന്നെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ ആക്ച്വലി ഓൺലൈൻ നോക്കിയപ്പോൾ അതിനായിട്ട് 5,000 രൂപ കുറവ്. ഞാൻ ആക്ച്വലി എൻ്റെ റൂമിലത്തെ നമുക്ക് സുഖമായിട്ട് ഓൺലൈൻ ഓർഡർ ചെയ്തു. 2 ദിവസം കഴിഞ്ഞപ്പോൾ സാധനം വന്നു. അടുത്ത ദിവസം 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവരെ കസ്റ്റമർ കെയർ വന്ന് സാധനം ഫിറ്റ് ചെയ്തിട്ട് പോയി. ഈസിയാണ്. നിങ്ങൾക്ക് അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി. ബാക്കി എല്ലാവരും ചെയ്തോളും. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങളൊരു ഇലക്ട്രീഷ്യനെ വിളിച്ച് ചെയ്യേണ്ട വരും കേട്ടോ. എന്താ വെച്ചാൽ നോർമലി ഒറ്റ കസ്റ്റമർ കെയർ അത് നിങ്ങൾ ഓഫ്ലൈൻ വാങ്ങിച്ചാലും സെയിം തന്നെയാണ്. അവർക്ക് പ്ലഗും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് പ്ലഗാണ്. പ്ലഗ് ഇല്ലെങ്കിൽ അവർ ഫിറ്റ് ചെയ്യില്ല നോർമലി. അത് ഇലക്ട്രീഷ്യനെ കുറിച്ച് നിങ്ങൾ വേറെ സെപ്പറേറ്റ് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ പേര് വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതിൽ സംശയം അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.